2024 ക്വസ്റ്റ്യൻസ്. ഇന്ത്യയിലെ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം. 1853. ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ. യങ് ഇന്ത്യ പത്രം ആരംഭിച്ചത് ഗാന്ധിജി. മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം 4A. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ്. കൊച്ചി മെട്രോ ആരംഭിച്ചത് 2017. വൈക്കം സത്യാഗ്രഹം 1924. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാമാണ്? മോണോസൈറ്റും ന്യൂട്രോഫിലും. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത് 1853. ഇന്ത്യയുമായി വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ. യങ് ഇന്ത്യ പത്രം ആരംഭിച്ചത് ഗാന്ധിജി. മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം 4A. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ്. കൊച്ചി മെട്രോ 2017. വൈക്കം സത്യാഗ്രഹം 1924. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ മോണോസൈറ്റും ന്യൂട്രോഫിലും. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം സൾഫർ ഡൈ ഓക്സൈഡ്. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? റൂദർഫോർഡിൻ്റെ സംഭാവനയാണ്. ഓക്സിജന്റെ ഉപയോഗത്തിൽപ്പെടുന്നവ. ജ്വലനത്തിന്, റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സിജകാരിയായി, കൃത്രിമ ശ്വസനത്തിന്. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു കാർമോയിസിൻ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം. താപപ്രശ്ന രീതികൾ ചലനം, സംവഹനം, വികിരണം.